നേരം വെളുത്തു തുടങ്ങിയിട്ടേ ഉണ്ടായുള്ളൂ. ഗീതു അടുക്കളയിലേക്ക് വന്നു. അമ്മമ്മ ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അല്ലല്ല, ഈ എഴുന്നേറ്റ് വന്നത് ആരാ? അമ്മമ്മയുടെ ഗീതൂട്ടിയല്ലേ? ആ, ഇന്ന് എവിടെയാ കുഞ്ഞു പോകുന്നേ? എൻ്റെ ഗീതു പഠിച്ചു പഠിച്ചു വലിയ ആളാവുമ്പം അമ്മമ്മയെ എവിടേക്കാ കൊണ്ടുപോവാ? ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഗീതുവിന് പഠിക്കാൻ പോകണമെന്ന് അതിയായ ആശ ഉണ്ടായി തുടങ്ങിയത്. അവൾ കുളിച്ചൊരുങ്ങി പുതിയതല്ലെങ്കിലും കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ ഫ്രോക്കിട്ട് സുന്ദരിയായി ഇരുന്നു. പെട്ടെന്ന് അവൾക്കൊരു സംശയം. അമ്മമ്മേ, ഞാനൊരു കൂട്ടം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാൻ പഠിക്കാൻ കളരി പോകുമ്പം അമ്മമ്മയ്ക്ക് ആരാ കൂട്ടുണ്ടാവുക? അത് കൊള്ളാം. അമ്മമ്മയ്ക്ക് എന്തിനാ കൂട്ട്? കൂട്ടൊക്കെ വേണ്ടത് കുഞ്ഞുങ്ങൾക്കല്ലേ? അതുകൊണ്ടല്ലേ ഗീതുവിനെ ഒരുപാട് കുട്ടികളുള്ളിടത്ത് പഠിക്കാൻ വിടുന്നത്. എന്നാലും ഗീതുവിനെ അമ്മമ്മ വിട്ടിട്ട് എങ്ങോട്ടും പോകണ്ട. അമ്മമ്മയുടെ ഗീതു നല്ല കുട്ടിയല്ലേ? അങ്ങനെ പറയരുത്. നല്ല കുട്ടികൾ നല്ല വചനം ചൊല്ലിക്കൊണ്ട് വേണം പഠിക്കാൻ പോവാൻ, കേട്ടോ? സമയം 9 വേഗം നടക്ക്. അമ്മമ്മ ഗീതുവിൻ്റെ കൈ പിടിച്ച് കളരിയിലേക്ക് നടന്നു. കളരി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്ന സ്ഥലം. കുടിപ്പള്ളിക്കൂടം എന്നുകൂടി പേരുണ്ട്. ഇവിടെ അതൊരു ഓലഷെഡാണ്. അകത്ത് പുതമണ്ണാണ്. മെടഞ്ഞ ഓലക്കീറുകളിട്ട് അതിലാണ് കുഞ്ഞുങ്ങളെ ഇരുത്തുന്നത്. ബുക്കിൽ എഴുതി കൊടുക്കുന്ന അക്ഷരങ്ങൾ നോക്കി കുട്ടികൾ നിലത്ത് മണ്ണിൽ എഴുതണം. തുടർച്ചയായുള്ള എഴുത്തിലൂടെ അവർ അക്ഷരങ്ങൾ സ്വായത്തമാക്കിക്കൊള്ളും. ഗീതു കളരിയിലേക്ക് കയറി. ആകെ ഒരു അപരിചിതത്വം. അറിയുന്ന ഒരു കുട്ടി പോലുമില്ല. അമ്മമ്മ എന്തൊക്കെയോ ആശാനുമായി സംസാരിച്ച് തനിക്ക് ഒരു ഉമ്മയും തന്ന് പുറത്തേക്കിറങ്ങി. അതുവരെ ചിരി മുഖത്ത് വരുത്തി നിന്നിരുന്ന ഗീതുവിൻ്റെ മുഖം വിളറി. അവൾ വിതുമ്പി, അമ്മമ്മേ. അമ്മമ്മ പോയ വഴിയിലേക്ക് നോക്കിയപ്പോൾ ഗീതുവിന് സങ്കടം വർദ്ധിച്ചു. അമ്മമ്മയുടെ കാലടികൾ തൻ്റെ കൺമുന്നിൽ വളരെ വേഗത്തിലാകുന്നത് അവൾ കണ്ടു. അത് അകന്നകന്നു പോകുന്നത് വേദനയോടെ വിതുമ്പലോടെ അവൾ നോക്കിയിരുന്നു. ആശാൻ ഗീതുവിൻ്റെ കൈ പിടിച്ച് മണ്ണിൽ എഴുതിച്ചു. ഹരി ശ്രീ ഗണപതയേ നമ. 1-2 വട്ടം ആശാൻ എഴുതിച്ചിട്ട് അദ്ദേഹം വിളിച്ചു, എടാ അലി, ഇത് ഗീതു, പുതിയ കുട്ടിയാണ്. ഇവളെ നിന്റെ അടുത്തിരുത്തി അക്ഷരം എഴുതിക്ക്. അലി ഗീതുവിനെ തൻ്റെ അടുത്തിരുത്തി ബുക്ക് നിവർത്തി വെച്ച് ഓരോ അക്ഷരവും പറഞ്ഞു കൊടുത്ത് കൈ പിടിച്ച് മണ്ണിൽ എഴുതിച്ചു. ഒരു യന്ത്രത്തെ പോലെ അവൾ എഴുതി. ഇടയ്ക്ക് അവൾ തേങ്ങിക്കരയും. അപ്പോൾ അലി അവളെ ആശ്വസിപ്പിക്കും. കുട്ടി കരയണ്ടാട്ടോ, എന്നും എൻ്റെ അടുത്തിരുന്നാൽ മതി, ഞാൻ എഴുതിക്കാം. സ്നേഹത്തോടെയുള്ള അലിയുടെ ഉറപ്പ് ഗീതുവിന് ആശ്വാസമായി. കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ കാലുകൾ വിയർത്ത് ഓലയിൽ പറ്റിയിരുന്ന മണ്ണുമായി ഒട്ടി ഒരസഹ്യത അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് അമ്മമ്മയെ ഓർമ്മ വന്നു. മണ്ണിൽ കളിക്കുമ്പോൾ അമ്മമ്മ പറയും, എൻ്റെ കുട്ടി മണ്ണിൽ നിന്നൊന്ന് കയറ്, മണ്ണിൽ കിടന്നുരുളാൻ നിനക്ക് എന്തൊരിഷ്ടാ. അതോർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഇത് ഉറക്കെ കരഞ്ഞു, എനിക്ക് വയറ് വേദനിക്കുന്നേ. കുട്ടികളെല്ലാവരും ഇൻ്റർവെല്ലിന് പോയിക്കോളൂ, ആശാൻ കൽപ്പിച്ചു. അലിയുടെ കൈയും പിടിച്ച് ഗീതു പുറത്തേക്ക് പോയി. പുറത്തിറങ്ങുമ്പോൾ അമ്മമ്മയും താനും കൂടി നടന്നു വന്ന വയൽവരമ്പ് കണ്ടു. അമ്മമ്മ തന്നെ വിളിക്കാൻ ഉടൻ വരുമായിരിക്കും. അവൾ ആദ്യമായി അലിയോട് മിണ്ടി, അതെ, എൻ്റെ അമ്മമ്മ എപ്പോഴാ എന്നെ വിളിക്കാൻ വരിക? ഇനി ഇത്തിരി സമയം കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പം ക്ലാസ് തീരും. അപ്പോഴേക്കും കുട്ടിയുടെ അമ്മമ്മയും വരും. ആ പരിചിതമായ സാഹചര്യത്തിൽ അലി അവൾക്ക് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അലിവിൻ്റെ ഒരു വൻ വടവൃക്ഷമായി മാറി. അങ്ങനെ കരച്ചിലും സങ്കടവും ആശ്വസിപ്പിക്കലും പഠിക്കലും കളികളുമായി ഓരോ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നേ എന്ന നിർത്താതെയുള്ള ഗീതുവിൻ്റെ കരച്ചിൽ അസഹനീയമാകുമ്പോൾ മിക്കപ്പോഴും ആരെങ്കിലും കൂട്ടി അവളെ വീട്ടിലേക്ക് അയക്കും. ചിലപ്പോൾ ആശാൻ വഴക്ക് പറയും. അപ്പോൾ അലി അവളെ ആശ്വസിപ്പിക്കും. അങ്ങനെ അലിയും അക്ഷരങ്ങളും ഗീതുവിൻ്റെ ഉറ്റ ചങ്ങാതികളായി മാറി. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഗീതു ഒരുവിധം അക്ഷരങ്ങൾ പഠിച്ചു. ഒരു ദിവസം പതിവ് പോലെ ഗീതു കളരിയിലെത്തി. ഇന്ന് കുറച്ച് കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്ര നേരമായിട്ടും അലിയും വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ കാത്തിരുന്നു. ഗീതുവിന് സങ്കടം വന്നു തുടങ്ങി. ഇരിക്കാൻ സ്ഥലമില്ലാതെ ഞെങ്ങി ഞെരുങ്ങിയിരുന്ന കുട്ടികൾ ഇപ്പോൾ ഓല മാത്രം കുട്ടികളില്ലാതെ ശൂന്യമായി കിടക്കുന്നു.
അലി സാധാരണ നടന്ന് കയറി വരാറുള്ള നടവഴിയിലേക്ക് അവൾ നോക്കിയിരുന്നു. അപ്പോൾ ആശാൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് നിങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളവർ 1-ാം ക്ലാസ്സിൽ ചേരാൻ പോയിരിക്കുകയാണ്. നിങ്ങൾ വേണം ഇനി പുതുതായി വരുന്ന കുട്ടികളെ അക്ഷരം എഴുതിക്കാൻ. ഗീതു കരയാൻ തുടങ്ങി. ആശാൻ അവളെ ആശ്വസിപ്പിച്ചു. അലി തന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ ആശാനോട് തിരക്കി, അപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേരാൻ പോയ കുട്ടികൾ ഇനി ഇവിടെ വരില്ലേ? വരുമല്ലോ, വൈകുന്നേരങ്ങളിലും സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തപ്പോഴും, ആശാൻ മറുപടി പറഞ്ഞു. അവൾ കാത്തിരുന്നു സ്കൂളിൽ ക്ലാസ് ഇല്ലാത്ത ദിവസം വരാൻ. അങ്ങനെ ആ ദിവസം വന്നു. കുറച്ച് കുട്ടികൾ കലപില ശബ്ദം കൂട്ടി കയറി വന്നു. അതവരാണ് 1-ാം ക്ലാസ്സിൽ ചേരാൻ പോയവർ. ഗീതു സന്തോഷത്തോടെ ആ കൂട്ടത്തിലേക്ക് നോക്കി. കൂട്ടത്തിൽ അലിയുണ്ട്. അവൾക്ക് വളരെ സന്തോഷമായി. പക്ഷെ അലി നേരത്തെ അക്ഷരം എഴുതാനായി താൻ ഇരിക്കാറുള്ള ഭാഗത്തേക്ക് ഒന്നും നോക്കിയതുപോലുമില്ല. മറ്റു കുട്ടികളുമായി ചിരിച്ചും പറഞ്ഞും ക്ലാസ്സിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. അവിടെയാണ് 1-ാം ക്ലാസ്സുകാർ ഇരിക്കുന്നത്. ആശാൻ 1-ാം ക്ലാസ്സുകാരോട് പറഞ്ഞു, പുസ്തകം എടുത്തോളൂ. എല്ലാവരും പാഠഭാഗത്തേക്ക് നോക്കുക. ഞാൻ ചൊല്ലുന്നത് കേട്ട് ചൊല്ലുക. ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ 1000 കിളി കൂടുവച്ചു. കൂട്ടിന്നീളം കിളി താമരപ്പൈങ്കിളി താന്നിരുന്നാടുന്ന പൊന്നോല. കുട്ടികൾ ഏറ്റുചൊല്ലി. ഗീതു എഴുതാനായി മണ്ണിൽ കൈവച്ചു. പക്ഷെ കൈ നീങ്ങുന്നില്ല. തിങ്ങി നിറഞ്ഞു നിന്ന മിഴികളിൽ നിന്നും കണ്ണുനീർ മണ്ണിലേക്ക് ഇറ്റിറ്റു വീണു. ആ കവിതാശകലത്തിൻ്റെ ഈണം ഒരു കൂരമ്പായി തൻ്റെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിക്കുന്നത് ഗീതു അറിഞ്ഞു. അവൾക്ക് വയറു വേദനിക്കാൻ തുടങ്ങി. അവൾ ഉറക്കെ കരഞ്ഞു, ആശാനെ, എനിക്ക് വയറു വേദനിക്കുന്നു. അത് കേട്ട് അലി ഉൾപ്പെടെയുള്ള 1-ാം ക്ലാസ്സുകാർ പൊട്ടിച്ചിരിച്ചു. സാരമില്ല, നല്ല പെട കിട്ടുമ്പോൾ വയറുവേദന അങ്ങ് മാറിക്കൊള്ളും, ആശാൻ പറഞ്ഞു. 1-ാം ക്ലാസ്സുകാർ പാഠമുറക്കെ ചൊല്ലി, ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ. ഗീതു സങ്കടം അമർത്തി വിങ്ങിക്കരഞ്ഞു. ഒടുവിൽ അവൾക്കൊരു കാര്യം മനസ്സിലായി. താൻ ആദ്യമായി പുറത്തിറങ്ങിക്കണ്ട ഒരേ ഒരു കൂട്ടുകാരനാണ് അലി. അതുവരെ അമ്മമ്മയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു തൻ്റെ ലോകം. അലിക്ക് പക്ഷേ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ ആൾത്തിരക്കിൽ അവൻ അകന്നകന്നു പോകുന്നത് ആ കവിതയുടെ ഈണത്തിൻ്റെ അകമ്പടിയോടെ അവൾ അറിഞ്ഞു. കാലം കഴിഞ്ഞു. ഗീതു 1-ാം ക്ലാസ് കഴിഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്. ഇന്ന് അവൾ അമ്മമ്മയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. വഴിയിൽ ഒരു പീടികയിലെ റേഡിയോയിൽ നിന്നും പഴയ ആ കവിത കേൾക്കാനിടയായി. ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ 1000 കിളി കൂടുവച്ചു. പെട്ടെന്ന് അവൾക്ക് വയറുവേദനിക്കുന്നത് പോലെ തോന്നി. ആ കവിതയുടെ ഈണം അവൾക്ക് വല്ലാത്ത തളർച്ചയുണ്ടാക്കി. പൊടുന്നനെ തൻ്റെ കൂടെയുള്ള അമ്മമ്മയുടെ കൈ മുറുകെ പിടിച്ച് അവൾ നടന്നു. ആ സമയം വയറുവേദന മെല്ലെ മെല്ലെ ഒരു തണുപ്പായി മാറുന്നത് അവൾ അറിഞ്ഞു. അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരി ഊറി. അവളൊരു സത്യം തിരിച്ചറിഞ്ഞു. ചെറിയ പ്രായം മുതൽ താൻ അനുഭവിച്ചത് വയറുവേദനയല്ല, ഹൃദയവേദനയാണ്. അതെ, തൻ്റെ അമ്മമ്മയിൽ നിന്നും അകന്നു പോയതിലുള്ള നൊമ്പരം. അതുകൊണ്ട് തന്നെ അമ്മമ്മയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ ആ കവിതയുടെ ഈണത്തിലൂടെ അലിഞ്ഞു ചേർന്ന് ഒരിക്കൽ കൂടി തൻ്റെ ബാല്യത്തിലേക്ക് മനഃപൂർവ്വം ഉളിയിട്ടു. അപ്പോഴും കുട്ടിയായിരുന്ന അലി കുട്ടിക്കൂട്ടത്തിലൂടെ തിക്കിത്തിരഞ്ഞ് മുന്നോട്ടു പോകുന്നത് സന്തോഷത്തോടെ അവൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ടു. അപ്പോഴും അവളുടെ കയ്യിൽ അമ്മമ്മയുടെ ചുക്കിച്ചുളിഞ്ഞ കൈകളുണ്ടായിരുന്നു.